കേരള നാടിന് വേണ്ടിയിട്ട് പ്രിയമുള്ളവരെ, കേരള വിരുദ്ധ സമീപനം അവസാനിപ്പിക്കുക, കേരളത്തിൻ്റെ വികസനം അട്ടിമറിക്കുന്ന നിലപാട് തിരുത്തുക, അർഹതപ്പെട്ടത് നേടിയെടുക്കാൻ അവകാശ പോരാട്ടത്തിന് കേരളം, ഡൽഹി സമരത്തിന് ഐക്യദാർഢ്യവുമായി പ്രതിഷേധ കൂട്ടായ്മ കരുവാരകുണ്ട് കിഴക്കേതലയിൽ LDF കരുവാരകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ചു. CPIM ലോക്കൽ സെക്രട്ടറി KK ജെയിംസ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ CPIM ഏരിയ കമ്മിറ്റി അംഗം AK സജ്ജാദ് അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ജോർജ് തോമസ് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ, RJDയുടെ പ്രതിനിധിയായി മാനുവൽ കുട്ടി, NCP നാരായണൻ മാഷ്, CPI ജോൺ മാഷ് തുടങ്ങിയവരൊക്കെ സംസാരിച്ചു. അതിൽ പങ്കെടുത്ത് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. കിഴക്കേതല ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ഘോഷയാത്രയോടുകൂടിയാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. അതിൻ്റെ ചെറിയൊരു വീഡിയോ. അതോടൊപ്പം തന്നെ BJP ഇതര ഭരണകൂടങ്ങളുള്ള സംസ്ഥാനങ്ങളിലേക്കൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും രൂക്ഷമായ സമീപനമാണ് കേരളത്തോട് കഴിഞ്ഞ 5-8 വർഷമായി മോഡി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിൽ പ്രതിസന്ധികൾക്കിടയിലും മുമ്പൊക്കെ ഇല്ലാത്ത വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയും അതില്ലാതാക്കിക്കൊണ്ട് ഈ നാട് ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളെ പോലെ നിരക്ഷരമായ വികസനങ്ങൾ കടന്നു ചെല്ലാത്ത, വിദ്യാലയങ്ങളില്ലാത്ത നാട് പോലെ ആക്കി തീർക്കാനുള്ള നരേന്ദ്രമോദിയുടെ മോഹം നടക്കില്ല എന്ന് മാത്രമാണ് നമുക്കൊക്കെ പറയാനുള്ളതും. അതിനെതിരെ മോദിയുടെ ആ സമീപനത്തിനെതിരെ പ്രതിരോധിക്കാൻ ലക്ഷക്കണക്കായ കോടിക്കണക്കായ മലയാളികൾ ഈ നാട്ടിലുണ്ട് എന്നുള്ളതും നമുക്ക് തീർച്ചയായും ആവേശം പകരുന്ന സമീപനം തന്നെയാണ്. നമുക്കറിയാം, ഇന്ന് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും ആ മുഖ്യമന്ത്രിയോടൊപ്പമുള്ള മന്ത്രിമാരും അവിടെ നിന്ന് ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ജനപ്രതിനിധികൾ, MPമാരും MLAമാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ ഡൽഹിയിൽ ഭരണസിരാ കേന്ദ്രത്തിന് സമീപത്തുള്ള ജന്തർ മന്ദിറിൽ രാവിലെ മുതൽ പ്രകടനവും പൊതുയോഗവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രക്ഷോഭത്തിൽ നമുക്ക് ഏവർക്കും ഇന്ന് TV-യിലും ഒക്കെ കണ്ടതുപോലെ മനസ്സിലാക്കിയതുപോലെ രാജ്യത്തെ ഗവൺമെന്റിന്റെ ഭരണശിലാ കേന്ദ്രമായ ഡൽഹിയിൽ ഒത്തൊരുമിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഇന്ന് രാവിലെ 10:30 മണി മുതൽ നടത്തി. കേരളത്തിലെ ഒരു പ്രതിഷേധം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേന്ദ്രത്തിലേക്ക് ഈ ഗവൺമെന്റ് പോയതെങ്കിലും ദേശീയ തലത്തിലുള്ള BJP ഇതര ഗവൺമെന്റുകളെല്ലാം ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഡൽഹിയിലെത്തി എന്നുള്ളതാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യത്തിന് അനുകൂലമായി ഒരു ജനരോഷം ഉയർന്നു വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് ഗവൺമെന്റ് നടപ്പിലാക്കി വരുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളം ആർജിച്ചെടുത്ത ഓരോ വികസനവും നശിപ്പിച്ചെടുക്കുക എന്ന RSSന്റെയും RSSന്റെ മുഖമായ BJPയുടെയും അതിന് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന്റെയും എല്ലാം മുഖ്യ ലക്ഷ്യമാണ്. അതിന്റെ ഭാഗമായി ക്ഷേമ പ്രവർത്തനങ്ങൾക്കും പശ്ചാത്തല വികസനത്തിനും അതുപോലെ തന്നെ വാർദ്ധക്യകാല പെൻഷനുമടക്കം റേഷൻ സമ്പ്രദായമടക്കം മുടക്കിക്കൊണ്ട് കേരളത്തിനെ മുച്ചൂടും മുടിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ BJP ഗവൺമെന്റിനെതിരായ മുച്ചൂടും മുടിച്ചുകൊണ്ടിരിക്കുന്ന BJP ഗവൺമെന്റിനെതിരായ കേരളത്തിന്റെ ജനരോഷം കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു. മോഡി സർക്കാർ അധികാരമേറ്റ അന്ന് മുതൽ ഇന്ന് വരെ കേരളത്തിന്റെ അവകാശങ്ങൾ, കേരളത്തിന് അർഹമായ നികുതിയുടെ വീതം, GSTയുടെ വീതം, മറ്റ് ഗ്രാന്റുകൾ, പദ്ധതികൾ എല്ലാം അവഗണിച്ചുകൊണ്ട് രാഷ്ട്രീയമായി കേരളത്തെ ഒറ്റപ്പെടുത്തുവാനും കേരളത്തിന്റെ വികസനത്തെ തകർക്കുവാനുമുള്ള രാഷ്ട്രീയ തീരുമാനവുമായിട്ട് മോഡി സർക്കാർ BJP ഗവൺമെന്റ് മുന്നോട്ട് വന്നൊരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധ ജാഥ, ഒരു പ്രതിഷേധ സംഗമം നടത്താൻ തീരുമാനിച്ചു. നമ്മുടെ കേരള സദസ്സിലൊക്കെ തന്നെ ഏറ്റവും വലിയ ചർച്ച ചെയ്യപ്പെട്ട വിഷയം കൂടിയാണ് അത്. നവകേരള സദസ്സില് കേരളത്തെ 140ഓളം നിയോജക മണ്ഡലങ്ങളിൽ ശ്രീമാൻ പിണറായി വിജയനും മന്ത്രിമാരും വന്ന്
സന്ദർഭം നാം ഓർത്തുപോവുകയാണ്. കേരളത്തിന്റെ വികസനത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. പ്രതിലോമകരമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? അന്ന് നമ്മൾ പ്രധാനമായും സ്പർശിച്ചത് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയാണ്. എല്ലാ രംഗത്തും അവഗണന. കേരളത്തെ ഒരു സംസ്ഥാനമായി പോലും അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിൽ പോലും കേരളം എന്ന പേര് പോലും അവിടെ സ്പർശിക്കപ്പെട്ടിട്ടില്ല. ഈ സന്ദർഭത്തിലാണ് നമ്മുടെ പ്രതിഷേധം ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ശ്രീമാൻ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന കേരളത്തിലെ മന്ത്രിമാരും MLA-മാരും MP-മാരും കാശ്മീർ മുതൽ അല്ലെങ്കിൽ കേരളം വരെയുള്ള പ്രദേശത്തുള്ള BJP ഇതര ഗവൺമെന്റ് നടത്തുന്ന മന്ത്രിമാരടക്കം പ്രതിപക്ഷ നേതാക്കന്മാരടക്കമുള്ള ഒരു വലിയ സദസ്സ് ഡൽഹിയിൽ കൂടുകയാണ്. നമ്മളെ വിചാരിച്ചതിനേക്കാൾ ഉജ്ജ്വലമായ ഒരു പ്രതിഷേധ സംഗമമായിരുന്നു. ദേശീയ തലത്തിൽ മാത്രമല്ല, അന്തർദേശീയ തലത്തിൽ പോലും വീക്ഷിക്കപ്പെട്ട വലിയൊരു സദസ്സ്.